കണ്ണീരോർമ്മകൾക്കിടയിലും തട്ടകത്തിന്റെ ആചാരപ്പെരുമ നിലനിർത്തി തൃശൂർ പൂരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടും ആഡംബരങ്ങളും ഒഴിവാക്കിയാണ് ഇക്കുറി പൂരം നടക്കുന്നത്. ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയെങ്കിലും തട്ടകങ്ങളിൽ നിന്നുള്ള ഘടകപൂരങ്ങളുടെ വരവോടെയാണ് പൂരാവേശത്തിന് തിരിതെളിഞ്ഞത്. വെയിൽ മൂക്കും മുൻപേ വടക്കുനാഥന്റെ സന്നിധിയിലേക്ക് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയതോടെയാണ് ഇക്കുറി പൂരത്തിന് തുടക്കമായത്. മുണ്ടത്തിക്കോടിന്റെ നോവ് ഉള്ളിലൊതുക്കി വലിയ ആഘോഷങ്ങളില്ലാതെയാണ് പൂരനഗരി ഉണർന്നത്. എങ്കിലും ഘടകപൂരങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാറ്റമില്ല. ലാലൂർ, അയ്യന്തോൾ, ചൂരക്കോട്ടുകാവ്, നേതലക്കാവ് തുടങ്ങി 8 ഘടകപൂരങ്ങളും നിശ്ചിത സമയങ്ങളിൽ തന്നെ വടക്കുനാഥനെ വണങ്ങി മടങ്ങി. ആഘോഷപ്പൊലിമ കുറിച്ചെങ്കിലും പൂരനഗരിയിലേക്ക് ജനപ്രവാഹം തുടരുകയാണ്. പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ തിരുവമ്പാടിയും പാറമേക്കാവും വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി. പൂരത്തിന്റെ വർണ്ണക്കാഴ്ചയായ കുടമാറ്റം ഇക്കുറി 15 മിനിറ്റിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. ആനകളുടെ എണ്ണത്തിലും ക്രമീകരണങ്ങൾ വരുത്തി. ഉച്ചയ്ക്ക് 2-ന് വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം അരങ്ങേറും. തുടർന്ന് വൈകിട്ട് 5:30-ന് തെക്കേനടയിൽ വർണ്ണക്കുടകൾ ഉയരും. വലിയ ആഡംബരങ്ങളില്ലെങ്കിലും പാരമ്പര്യവും പ്രൗഢിയും ചോരാതെ ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. രാത്രിയിലെ പഞ്ചവാദ്യത്തിനു ശേഷം പുലർച്ചെയോടെ പൂരത്തിന് സമാപനമാകും. മൂന്ന് മണിക്കൂറിലേറെ നീളുന്ന കുടമാറ്റം 15 മിനിറ്റിലേക്ക് ചുരുക്കിയെങ്കിലും കാഴ്ചക്കാരുടെ ആവേശം വെട്ടിച്ചുരുക്കാനായില്ല. പ്രസിദ്ധമായ തെക്കോട്ടിറക്കത്തിനു ശേഷം തിരുവമ്പാടി ഭഗവതിയും പാറമേക്കാവ് ഭഗവതിയും മുഖാമുഖം നിന്നുള്ള കൂടിക്കാഴ്ചയിൽ ഇത്തവണ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 15 മിനിറ്റോളം മാത്രമാണ് കുടമാറ്റം നടത്തിയത്. സാധാരണ 40 മുതൽ 50 സെറ്റ് വരെ കുടകൾ മാറ്റുന്ന ഇരുവിഭാഗവും ഇത്തവണ 15 സെറ്റിൽ താഴെ മാത്രം കുടകളാണ് ആനപ്പുറമേറ്റിയത്. സ്പെഷ്യൽ കുടകൾ ഒന്നും തന്നെ ഇരുവിഭാഗവും പുറത്തെടുത്തില്ല. സാധാരണ കുടമാറ്റത്തിന് കാണുന്ന വൻ ജനക്കൂട്ടം തെക്കേ ഗോപുരനടയിൽ തടിച്ചുകൂടിയിരുന്നു. നേരത്തെ തന്നെ കുടമാറ്റം ആർഭാടമാക്കില്ല എന്ന് നിശ്ചയിച്ചിരുന്നെങ്കിലും കൂടുതൽ സെറ്റ് കുടകൾ മാറ്റുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടമാറ്റ കമ്പക്കാർ. എന്നാൽ മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനം തിരുവമ്പാടിയും പാറമേക്കാവും പാലിച്ചതോടെ ഇത്തവണത്തെ പൂര കുടമാറ്റം ചരിത്രമായി. തിരുവമ്പാടിയുടെ മഠത്തിൽ നിന്നുള്ള വരവും തുടർന്നുള്ള മേളവും പാറമേക്കാവിന്റെ പൂരം പുറപ്പാടും തുടർന്നുള്ള ഇലഞ്ഞിത്തറ മേളവും കഴിഞ്ഞായിരുന്നു പ്രസിദ്ധമായ തെക്കോട്ടിറക്കം. കൂടുതൽ കുടകൾ ഇരുവിഭാഗവും മാറ്റുമെന്ന പ്രതീക്ഷയിൽ ജനക്കൂട്ടം കൈയടിച്ചും ആർപ്പ് വിളിച്ചും നിൽക്കുന്നതിനിടെ കുടമാറ്റം അവസാനിച്ചു എന്ന് അറിയിക്കുന്ന അടയാളമായി ഇരുവിഭാഗവും ഉത്തരീയം വീശി കാണിച്ചതോടെ കുടമാറ്റം അവസാനിച്ചുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. അടുത്ത വർഷത്തെ കുടമാറ്റം പൊരിക്കാമെന്ന് പരസ്പരം പറഞ്ഞ് പൂരക്കമ്പക്കാർ തെക്കേ ഗോപുരനടയിൽ നിന്ന് പിരിഞ്ഞു. കലർന്ന ഒരു നവീകരണ സമയത്തിനുള്ളിൽ വിടർത്തി തീർക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും വളരെ സുന്ദരമായ രീതിയിൽ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട യാന്ത്രികമായി തന്നെ നിമിഷ നേരം കൊണ്ട് ഉയർത്തിക്കഴിഞ്ഞു. വളരെ മനോഹരം. അത് ഇതാ ഉയർത്തി വളരെ ക്രമീകരണം ഇരു കൂട്ടരുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ സാധാരണയുള്ള കുറച്ച് കുടകൾ നിർത്തി ഇതാ തിരുവമ്പാടി തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ വളരെ മനോഹരമായ സുന്ദരമായ ശരിക്കും ഒരു മജന്ത കളറ് എന്ന് പറയാൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ സാധിക്കുന്ന കുടകൾ, അതിൽ ആ വെള്ളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയ മറ്റ് ഘടകപൂരങ്ങളും അങ്ങനെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വളരെ മനോഹരമായ തങ്ക കൊലുസുകൾ കൊണ്ട് നിറഞ്ഞ് സാധാരണ നമ്മുടെ ഇവിടെ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെ പോകാൻ കഴിയില്ല. അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ, അവർക്ക് അവരുടെ യാത്ര തീരുമാനിക്കണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ ലീവ് അനുവദിപ്പിക്കണം. അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതികമായ സൗകര്യങ്ങൾ അവർക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് സാഹസികമായ ത്യാഗം അനുഭവിച്ചിട്ടാണെങ്കിലും തൃശ്ശൂർ പൂരത്തിന് വേണ്ടി പ്രിയപ്പെട്ടവർ കടന്നു വരാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനമെടുക്കും. ഇതാ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വളരെ സുന്ദരമായ മറ്റൊരു കുട നിവർത്തി കാണികൾക്ക് വളരെ താഴാത്ത രീതിയിലുള്ള ജനസാഗരം അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നഗരം പൂരലഹരിയിൽ അമരുമ്പോഴും തൊട്ടടുത്ത മുണ്ടത്തിക്കോട് ഗ്രാമത്തിൽ വീശിയടിക്കുന്നത് സങ്കടത്തിന്റെ കാറ്റാണ്. തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് പൊലിമ കൂട്ടാൻ രാപ്പകൽ പണിയെടുത്തവർ
ആ വെടിക്കോപ്പുകൾക്കിടയിൽ തന്നെ എരിഞ്ഞു തീർന്നപ്പോൾ ഇല്ലാതായത് ഒരുപറ്റം കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ്. പൂരനഗരിയിൽ ആചാരങ്ങളും ആഘോഷങ്ങളും നടക്കുമ്പോൾ മുണ്ടത്തിക്കോട്ടെ ഈ വീടുകളിൽ പൂരമില്ല, പൊലിമയില്ല. പകരം അടങ്ങാത്ത തേങ്ങലുകൾ മാത്രം. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പൂരങ്ങളിൽ നാടിനെ അമ്പരപ്പിക്കാൻ വെടിക്കോപ്പുകൾ ഒരുക്കിയവർ നക്ഷത്രങ്ങളുടെ ലോകത്തിരുന്ന് പൂരക്കാഴ്ചകൾ കാണുന്നുണ്ടാകാം. തിരുവമ്പാടി വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീഷിൻ്റെ വീട് ഇന്നും ശോകമൂകമാണ്. അച്ഛൻ്റെ സാമീപ്യത്തിനായി കൊതിക്കുന്ന 2 കുഞ്ഞുങ്ങളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ തളർന്നിരിക്കുന്ന ഒരമ്മ. അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തിരക്കിലായേനെ. പൂരപ്പറമ്പിലേക്ക് വെടിക്കോപ്പുകൾ എത്തിക്കാൻ ഓടി നടക്കുമായിരുന്നു. സതീഷിൻ്റെ ബന്ധുക്കളുടെ ഈ വാക്കുകളിൽ ഒരു നാടിൻ്റെ മുഴുവൻ വേദനയുണ്ട്. മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങളിൽ വിലാപങ്ങൾ ഇനിയും നിലച്ചിട്ടില്ല. കുടുംബത്തിൻ്റെ അത്താണികൾ നഷ്ടപ്പെട്ടവർക്ക് മുന്നിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വലിയ ചോദ്യചിഹ്നം മാത്രം ബാക്കിയാകുന്നു. പൂരാവേശം കൊട്ടിക്കയറുമ്പോഴും ഈ കണ്ണീർ വീടുകൾ പൂരപ്രേമികളുടെ മനസ്സിലെ നോവായി അവശേഷിക്കുകയാണ്.